പത്മജ വേണുഗോപാൽ തൃശ്ശൂറും കൊണ്ടേ പോകും. മുരളീധരൻ പത്മജ വേണുഗോപാൽ BJP ചേർന്ന മുരളീധരൻ ചോദിച്ചു, എൻ്റെ സഹോദരി പത്മജ പോയതല്ലാതെ ആരെങ്കിലും പോയോ? ഇപ്പോൾ മുരളീധരൻ സാറേ, ഇന്നലെ നിങ്ങൾ എവിടെയായിരുന്നു? 100ഓളം പേർ. അവർ മണ്ഡലം പ്രസിഡൻ്റുണ്ട്, മണ്ഡല സെക്രട്ടറി ഉണ്ട്, ബൂത്ത് പ്രസിഡന്റുമാർ, ബൂത്ത് സെക്രട്ടറിമാരുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്, KSUവിൻ്റെ ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളുണ്ട്. 100 പേരാണ് പോയിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി അവിടെ നടന്ന യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കം പങ്കെടുത്ത യോഗത്തിൽ പത്മജ പറഞ്ഞത്, ഞങ്ങൾ ഓരോ കോൺഗ്രസ്സുകാരനെയും ഊറ്റിയെടുക്കും, അവസാനത്തെ കോൺഗ്രസ്സുകാരനെയും ഞാൻ കൊണ്ടുപോയിരിക്കും. ഒരു വല്ലാത്ത വെല്ലുവിളിയാണ്, ചലഞ്ചാണ് ആ സ്ത്രീ പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ശബ്ദം എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകളുടെ ശബ്ദവും വാക്കുമൊക്കെ ശാപവാക്ക് പോലെ വരും. അത് അങ്ങനത്തെ ഒരു രാജ്യം കൂടെയാണ് നമ്മൾ. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടോ ഇവിടെ ഉള്ള ഒരു രാജ്യമാണ്. അപ്പോൾ പത്മജ വേണുഗോപാൽ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തൃശ്ശൂർ തിരിച്ചെടുത്തിരിക്കും. സുരേഷ് ഗോപി മാത്രമല്ല, അവിടെ പല MLA മാരെ സൃഷ്ടിച്ചിരിക്കും. അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിരിക്കും. തീർച്ചയായിട്ടും പാലക്കാട് കോർപ്പറേഷൻ ഉള്ളതുപോലെ, നഗരസഭ കയ്യിലുള്ളതുപോലെ തൃശ്ശൂർ നഗരസഭയും പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. എന്തായാലും അവരുടെ ഒരു ഊർജം, ഒരു ആവേശം. അവർ പിന്നൊരു കാര്യം പറയുന്നുണ്ട്, അതാണ് എല്ലാവർക്കും ഒരു രസകരമായ കാര്യം. അതായത് അവർ പറയുന്നു, എനിക്ക് BJP സ്ഥാനവും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, സ്ഥാനമുണ്ടാവുമോ തീർച്ചയാണ്. BJP സംബന്ധിച്ചിടത്തോളം പോയവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ സ്ഥാനത്ത് ഇരുത്തി അവർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പോകുന്ന ആളുകൾക്ക് സന്തോഷം, പാർട്ടിക്കും സന്തോഷം. അതുകൊണ്ട് തീർച്ചയായും അവർ പ്രയോജനപ്പെടുത്തും. എന്നാൽ പോലും അവർ പറഞ്ഞു, എനിക്ക് സമാധാനമുണ്ട്. ഇപ്പോൾ ഫോണിൽ വാട്സപ്പില്ല, ട്രോളില്ല, ശല്യമില്ല, ഒരു ബഹളമില്ല. എൻ്റെ വാട്സപ്പിൽ കൃത്യമായിട്ട് എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ ആവശ്യമുള്ള കാര്യങ്ങളെ വരുന്നുള്ളൂ. മറ്റത് ചേച്ചി പാര വെച്ചു, അവർ പാര വെച്ചു, ഇവരെ പാര വെച്ചു, ചേച്ചി ഉപദ്രവിക്കുന്നു, ഇങ്ങനെ ആവശ്യമില്ലാത്ത വാർത്തകളാണ് കോൺഗ്രസ് ലോബികളിൽ നിന്നും ആളുകളിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നത്. ഞാൻ അതെല്ലാം കഴിഞ്ഞു, ഞാനിപ്പോൾ സുഖമായി ഉറങ്ങുന്നു. എനിക്ക് സഹോദരങ്ങളെ പോലെയുള്ള നേതാക്കളുണ്ട്, വളരെ സന്തോഷമുള്ള ആളുകളാണ്. അവർ സ്നേഹത്തോടുകൂടി ഞങ്ങളോട് പെരുമാറുന്നു. അതുമാത്രം എനിക്ക് മതി. ബാക്കി എന്ത് കിട്ടിയാലും അധികപ്പറ്റാണത്, ബോണസാണ്, സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് പത്മജ വേണുഗോപാൽ പടയോട്ടം തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂർ. അത് ഒരുപക്ഷെ തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും എത്താൻ സാധ്യതയുണ്ട്. മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ പത്മജ വേണുഗോപാൽ മത്സരത്തിന് വരുമോ എന്ന് നമുക്കറിയില്ല. വല്ലാത്തൊരു പോക്കാണ് പോകുന്നത്. എന്തായാലും കൊള്ളാം, രസകരമാണ് രാഷ്ട്രീയം. BJP ഇതിനിടയിൽ ഈ കന്യാസ്ത്രീ വിഷയം വന്നെങ്കിലും കുറേ ക്രിസ്ത്യാനികളും ഇന്നലെ തൃശ്ശൂരിൽ ചേർന്നു BJPയിൽ എന്നുള്ളത് പുതിയ വാർത്തയാണ്. അതിലൊരു ക്രിസ്തീയ പെൺകുട്ടിയുടെ ബൈറ്റ് പല ചാനലുകളിലും വന്നിട്ടുണ്ട്. കാരണം അവർ നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും ഈ സംവിധാനങ്ങളൊക്കെ ആയാലും ഈ രാജ്യത്ത് മൈനോറിറ്റി വിഭാഗത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരി തെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ പത്മജ വേണുഗോപാൽ വളരെ ഗൗരവമായി തൃശ്ശൂരിനെ കയ്യിലെടുക്കുവാൻ, പ്രത്യേകിച്ച് കോർപ്പറേഷനെയും 4-5 മണ്ഡലങ്ങളെയും കീഴടക്കുവാനുള്ള പടയോട്ടം ആരംഭിച്ചു കഴിഞ്ഞു.